വയനാട്ടിലേനു ഒരീസം. അവിടെ ഒരു റിസോർട്ടിൽ പോയതാണേ. അങ്ങനെ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയാണിത്. സമയം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2:45 ആയിട്ടുണ്ടാവും ഇപ്പൊ. ഇപ്പൊ തന്നെ ലേറ്റായി. ഇനിയും ലേറ്റായാല് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെ അധികം ലേറ്റാക്കാണ്ട് നേരെ ഒരു റെസ്റ്റോറന്റില് ഫുഡ് അടിക്കാൻ കേറി. എന്നിട്ട് ഇവിടുന്ന് ആദ്യം തന്നെ ഇവിടുത്തെ നാടൻ മട്ടൺ അതായത് ആട്ടുംകാൽ സൂപ്പ് ഓർഡർ ചെയ്തു. കുരുമുളകും പച്ചച്ചീരയും പച്ചമുളകും നല്ല മട്ടൻ്റെ നെയ്യും മട്ടൻ്റെ ചെറിയ ചെറിയ പീസെല്ലാം വരുന്ന അടിപൊളി മട്ടൻ സൂപ്പ് അല്ലെങ്കിൽ ആട്ടുംകാൽ സൂപ്പ്. അങ്ങനെ അത് ഊതി ഊതി കഴിച്ച ശേഷമോ അല്ലെങ്കിൽ കുടിച്ച ശേഷമോ നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്ത്. അതാണിതാ ഈ കാണുന്ന വാഴയിലയിലെല്ലാം കെട്ടി വെച്ചിട്ട് കൊണ്ടുവന്ന ഈ ഫിഷും പിന്നെ അതിൻ്റെ കൂടെ പിടിക്കാനായിട്ട് ഇവരെ സ്പെഷ്യലായിട്ടുള്ളൊരു കപ്പയും. ഇവരെ സ്പെഷ്യലായിട്ടുള്ളതെന്നുള്ളത് ഞാൻ പറയുമ്പോൾ ലേശം ഒന്ന് തള്ളി പറഞ്ഞെന്നേ ഉള്ളൂ. സാധാരണ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ കപ്പയെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ആ മീനിന്ന് ചെറിയൊരു കഷ്ണം കുറച്ച് മസാലയെല്ലാം കൂടെ ചേർത്തിട്ട് എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് ആടെ വിളമ്പി. ഇനി ലേശം കപ്പയും കൂടി എടുത്തിട്ട് ആ മീനിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആടെ വിളമ്പി ആടെ വെക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. കപ്പ ഇങ്ങനെ പുക പോകുന്നുണ്ടായിരുന്നു. സ്പൂൺ കൊണ്ട് മെല്ലെ ഇങ്ങനെ തിക്കി ഇളക്കുമ്പോൾ അങ്ങനെ ഒരു 2-3 സ്പൂൺ കപ്പ എടുത്തിട്ട് പ്ലേറ്റിൻ്റെ സൈഡിലാടെ വിളമ്പി ആടെ വെച്ച്. എന്നിട്ട് കുറച്ച് ആ ചെറിയുള്ളിയും പിന്നെ മീൻ അയക്കൂറയാണ്. അയക്കൂറേൻ്റെ ഒരു പീസും കാന്താരി മുളക് എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഫിഷും കപ്പയും കൂടെ ചേർത്ത് ദാ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിച്ച്. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊരു എരിവും ഒരു ഒരു പുളിയെല്ലുള്ളൊരു ടൈപ്പ് മസാലയേനും ആ മീനിൻ്റെ. പിന്നെ കപ്പി നല്ല പശ പോലത്തെ നല്ല തനി നാടൻ കപ്പ. വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ എല്ലാ സ്ഥലത്തും നല്ല അടിപൊളി കപ്പ കിട്ടും. അങ്ങനെ കപ്പയും മീനും കഴിച്ച ശേഷം അടുത്ത ഐറ്റം ഓർഡർ ചെയ്ത്. അതാണ് ഈ കാണുന്ന ബീഫിൻ്റെ വാരിയെല്ല്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ്. അതിൻ്റെ അറ്റത്തുനിന്ന് ആദ്യം ചെറിയൊരു കഷ്ണം മാത്രം ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കി. നല്ല നാടൻ മസാലേൻ്റെ കൂടെ ആ ഒരു ബീഫിൻ്റെ നെയ്യിൻ്റെ ഫ്ലേവറില്ലേ അത് ശരിക്കും കിട്ടുന്നുണ്ടേനും കേട്ടോ. അപ്പോൾ ആ ബീഫ് വാരിയലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സാധാരണ എല്ലാവരും കഴിക്കാറുള്ളത് മന്തിയാണ് പോലും. ഞാൻ പറഞ്ഞു എനിക്ക് മന്തി വേണ്ട, നിങ്ങളൊരു ബിരിയാണി റൈസ് എടുത്തോന്ന്. അങ്ങനെ ആ ബിരിയാണി റൈസിൻ്റെ പകുതി ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടിയ ശേഷം കുറച്ച് ആ വാരിയലിൻ്റെ മസാലയെല്ലാം റൈസിൻ്റെ മേലേക്കാട് ഇട്ട് എന്നിട്ട് ആ വാരിയലിന്ന് തീരെ ചെറുതല്ലാത്ത ലേശം വലിയൊരു കഷ്ണം പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഞെക്കിയ ശേഷം ആ ബിരിയാണി റൈസിലോട്ട് മെല്ലെ ദാ ഇങ്ങനെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തേ. എന്നിട്ട് ആ മസാലയും പീസും ബിരിയാണി റൈസും കൂടെ ചേർത്തെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് കഴിച്ചു നോക്കി. ഊഫ്! അന്യായ ടേസ്റ്റ് കേട്ടാ. ഒരു രക്ഷയില്ല. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും തൈര് സലാഡെല്ലാം കൂട്ടിയിട്ട് ബിരിയാണി റൈസ് നൈസായിട്ട് അവിടെ കുഴച്ച ശേഷം ചെറിയൊരു കഷ്ണം പപ്പടവും കൂടെ ആ റൈസിലോട്ട് അങ്ങോട്ട് പൊടിച്ച് ചേർത്തേ. അങ്ങനെ ആ പപ്പടവും അച്ചാറും സലാഡും ബീഫിൻ്റെ വാരിയലിൻ്റെ ആ മസാലയും ഈ ബീഫിൻ്റെ പീസും എല്ലാം കൂടെ ഒന്നും കൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഞാനിതിങ്ങനെ വീണ്ടും 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 ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി റൈസ് ആയിരുന്നേ. നമ്മളെ നാട്ടിലുള്ള അതായത് നമ്മളെ കണ്ണൂരും തലശ്ശേരിയിലും കിട്ടുന്ന ഏകദേശം അതേ ടേസ്റ്റ് തന്നെയുള്ള ബിരിയാണി റൈസ് ആയിരുന്നത്. പിന്നെ ബീഫ് വാരിയൽ ഉഷാറായിരുന്നു. അതിന് ശേഷം ഒരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മഡ് പൈ വിത്ത് വെനില ഐസ്ക്രീം പറഞ്ഞു. അത് കഴിക്കുന്നതിൻ്റെ ഇടക്കാണെങ്കിൽ ഒരു ഈച്ചയും വന്നില്ല, പലാക്കിൻ്റെ അവലും കഞ്ഞിയാക്കെ. അതിനെല്ലാം അങ്ങോട്ട് തട്ടി മാറ്റിയ ശേഷം ആ വെനില ഐസ്ക്രീമും നമ്മളെ ആ മഡ് പൈയും കൂടെ ചേർത്തെടുത്ത് കഴിച്ച്. നല്ല സോഫ്റ്റ് മഡ് പൈ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ലൊരു ചോക്ലേറ്റ് ടെക്സ്ചറിലായിട്ട് ഒരു ഫ്ലേവറിലായിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്ത് വന്നിട്ട് ഇവിടുത്തെ ചായ കൗണ്ടറിൽ നിന്ന് ഒരു വിത്തൗട്ട് ചായ കുടിച്ചിട്ട് വീണ്ടും റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് പോയിട്ട് ഒരു സ്റ്റാർട്ടർ ഐറ്റം കൂടി ഓർഡർ ചെയ്തു. അതാണ് ഈ കാണുന്ന ചെമ്മീൻ അഥവാ പ്രോൺസ്. ഇതിൻ്റെ മെനുവിലുള്ള പേര് കാർവാർ പ്രോൺസ്. എനിക്ക് പൊതുവേ പ്രോൺസ് ഇങ്ങനെ ബ്രെഡിങ് എല്ലാം ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കിട്ടുന്നതിനേക്കാളും ഇഷ്ടം വെറും പ്രോൺസ് ആയിട്ട് കഴിക്കാനാണ്. അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ഐറ്റംസ് ഇവിടുന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത് അത്ര ഒരു ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടോ. അങ്ങനെ പതുക്കെ ഞാൻ എൻ്റെ അടുത്ത ഐറ്റത്തിലേക്ക് കടന്ന്. അതാണ് ഈ കാണുന്ന ബീഫ് ചെറിയ ഉള്ളി റോസ്റ്റ്. ഒരു നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടുള്ള മുരിഞ്ഞ പൊറോട്ട വാങ്ങിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ആ ബീഫ് ചെറിയുള്ളി റോസ്റ്റ് ഇല്ലേ അതിൻ്റെ പകുതി അങ്ങോട്ട് ചെരിഞ്ഞ് എന്നിട്ട് പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ആ ബീഫിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ച് നോക്കി കേട്ടാ. ഒരു രക്ഷയില്ലാത്ത ബീഫ്. ഇവിടുത്തെ ബീഫ് ഉണ്ടല്ലോ എപ്പോൾ കഴിച്ച് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. ഇതിനു മുമ്പ് ഞാൻ 2-3 തവണ ഇവിടുന്ന് ബീഫിൻ്റെ പല ഐറ്റംസും കഴിച്ചിട്ടുണ്ട്. എല്ലാം ഉഷാറായിരുന്നു. എന്തൊരു സോഫ്റ്റാണെന്നറിയോ ഇവിടുത്തെ ബീഫ്. കാണുമ്പോൾ തന്നെ തിരിയുന്നില്ലേ. അങ്ങനെ സോഫ്റ്റായിട്ടുള്ള ആ ബീഫ് കഴിച്ച ശേഷവും വീണ്ടും ഞാൻ ഒരു ബീഫിൻ്റെ ഐറ്റം കൂടി ഓർഡർ ചെയ്ത്. അതാണ് ഈ കാണുന്ന
ബീഫ് സ്റ്റൂ വിത്ത് റൊട്ടി അഥവാ ബ്രെഡ്. നല്ലോണം ബട്ടറെല്ലാം തേച്ചിട്ട് ആവി കയറ്റിയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ ഒരു 2 ബ്രെഡിൻ്റെ പീസ് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം ഒരു 2, 3, 4 സ്പൂണ് ബീഫ് സ്റ്റൂ ഇല്ലേ, അത് ബീഫിൻ്റെ പീസോട് കൂടി ചേർത്തിട്ട് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കോരിയാണ്ട് വെച്ച്. എന്നിട്ടൊരു 15 സെക്കൻഡ് ഞാൻ കാത്തു നിന്ന്. അതിന് ശേഷം കഴിക്കാൻ തുടങ്ങി. എന്നാൽ ആ ബീഫിൻ്റെ സ്റ്റൂവിൽ ബ്രെഡ് നല്ലോണം കുതിരുമല്ലോ. അങ്ങനെ ബ്രെഡിൻ്റെ അറ്റത്തുനിന്ന് ആ കറിയിൽ ആ സ്റ്റൂവിൽ കുതിർന്നിട്ടുള്ള ബ്രെഡിൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ബീഫിനെങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്നും പറയാനില്ല കേട്ടാ. നല്ല നാടൻ ബീഫ് സ്റ്റൂ. നന്നായിട്ട് വെന്ത നല്ല ചള്ള് ബീഫും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറും ക്രീമിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു റിച്ച്നെസ്സും എല്ലാം ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടാ. വെറുതെ പറയുന്നതല്ല, നല്ല ഉഷാർ ബീഫ് സ്റ്റൂ ആയിരുന്നു. സാധനം ഒരു രക്ഷയേ ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡില്ലേ ബീഫ് സ്റ്റൂവിൻ്റെ കൂടെ കൊടുത്ത് അത് മറ്റേ പഴയ സ്റ്റൈലിൽ റൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായനെ. പിന്നെ ഒരു ഗ്ലാസ് വിത്തൗട്ട് ഡ്രൈ ഫ്രൂട്ട് ഷേക്കും കുടിച്ചേ. ഇതാണ് എൻ്റെ ഇവിടുത്തെ ടോട്ടൽ ബില്ല്. അപ്പോൾ സ്പോട്ട് വരുന്നത് വയനാട് ലക്കിടി നമ്മളെ താമരശ്ശേരി ചുരം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് സൈഡിലുള്ള ദാ ഈ കാണുന്ന വിൽട്ടൺ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ശരിയേ.